നമസ്കാരം. 71 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ എന്ന ഡ്രൈവർ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിൻ്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ജൂലൈ 16-നാണ് ലോറിയും അർജുനും ഉൾപ്പെടെ കാണാതായത്. ആദ്യം മണ്ണിനടിയിൽ ലോറി പെട്ടു എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ. ലോറിയുടെ ചില സിഗ്നലുകൾ, GPS സിഗ്നലുകൾ മണ്ണിനടിയിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ള ചില വാർത്തകൾ ലോറി ഉടമയും അർജുൻ്റെ ബന്ധുക്കളും പങ്കുവച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അർജുൻ മണ്ണിനടിയിലല്ല, പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ള കാര്യം. തുടർന്ന് പുഴയിലായി തിരച്ചിൽ. അർജുനും ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ അസ്വസ്ഥതകൾക്കും തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും വാർത്തകൾക്കുമൊക്കെ തന്നെ കാരണമായി. പലപ്പോഴും തിരച്ചിൽ ശരിയായ രീതിയിലല്ല എന്നുള്ള പരാതി അർജുൻ്റെ കുടുംബം ഉന്നയിച്ചു. പക്ഷേ പിന്നീട് കാലാവസ്ഥ ആണ് പ്രശ്നം, വെള്ളത്തിലെ ഒഴുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രശ്നമാണ്, പ്രതിസന്ധിയിലാണ് എന്നാണ് കർണാടക സർക്കാരും കർണാടക ജനപ്രതിനിധിയും ഒക്കെ തന്നെ ഉന്നയിച്ചത്. തിരച്ചിൽ പലപ്പോഴും നിർത്തിവെക്കേണ്ടി വന്നു. പലപ്പോഴും രാത്രി വൈകിയും തിരച്ചിൽ തുടർന്നു. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു വന്നു. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ അടക്കമുള്ളവർ തിരച്ചിലിൽ പങ്കാളികളായി. പക്ഷേ അവർക്കൊന്നും കാര്യമായി ഒന്നും സംഭാവന നൽകാനായില്ല. തിരച്ചിലിൽ ലോറിയുടെ ഭാഗങ്ങളോ ഒന്നും ആദ്യഘട്ടത്തിൽ കണ്ടെത്താനായില്ല. പിന്നീട് ലോറിയുടെ ചില ഭാഗങ്ങളും കയറും ജാക്കിയും ഒക്കെ കണ്ടെത്തി. എങ്കിലും അർജുനുമായി ബന്ധപ്പെട്ട ഒരു വിവരവുമില്ലായിരുന്നു. അർജുൻ്റെ മൃതദേഹമോ അല്ലെങ്കിൽ അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ആ പ്രദേശത്തൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു അന്ന് ലഭിച്ചിരുന്ന സൂചനകൾ. ഇന്നിപ്പോൾ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിൻ്റെ ആ ലോറി കണ്ടെത്തിയിരിക്കുന്നു. അതിനുള്ളിൽ ഒരു മൃതദേഹമുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ നിന്ന് ഈ ലോറി പൊക്കി കരയ്ക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഉള്ള മൃതദേഹം അർജുൻ്റേതാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമില്ല. മാത്രമല്ല ഈ ലോറി തന്നെയാണോ അത് എന്നുള്ള കാര്യത്തിലും കൂടുതൽ സ്ഥിരീകരണം ശാസ്ത്രീയമായി തന്നെ ആവശ്യമാണ്. കാരണം നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പുഴയിൽ ഒഴുകിപ്പോയിട്ടുണ്ടാകാം, പലതരത്തിൽ മണ്ണിടിച്ചിലിൽ മറഞ്ഞു പോയിട്ടുണ്ടാകാം. അതിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങളും ഒക്കെ തന്നെ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ ലോറി അർജുൻ ഓടിച്ചിരുന്ന ലോറി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ശാസ്ത്രീയമായ സ്ഥിരീകരണം ആവശ്യമായി വരുന്നു. 70 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ അർജുൻ ഓടിച്ചിരുന്നു എന്ന് പറയുന്ന ലോറി കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ഇനി നടത്തേണ്ടതുണ്ട്. അതിനകത്തുള്ള മൃതദേഹം അർജുൻ്റേതാണോ എന്ന തരത്തിലും പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അർജുൻ്റെ ബന്ധു, അർജുൻ്റെ സഹോദരി ഭർത്താവ് ഇപ്പോൾ ഷിരൂരിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ച ദൃശ്യമാധ്യമത്തിൽ കാണാനിടയായി. ഇത്രയും ദിവസത്തെ അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ്. ഇനി കൂടുതൽ പരിശോധനകളും തുടർ നടപടികളും ഈ വിഷയത്തിൽ ഉണ്ടാകും.